SIR സമയപരിധി വീണ്ടും നീട്ടി. എന്യൂമറേഷൻ ഫോമുകൾ ഈ മാസം 18 വരെ നൽകാം. കരട് വോട്ടർ പട്ടിക 23-ന് പ്രസിദ്ധീകരിക്കും. ഫെബ്രുവരി 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അച്യുതൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അച്യുതൻ, SIR സമയപരിധി വീണ്ടും നീട്ടിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? പ്രവിധ, നിലവിൽ കേരളത്തിലെ SIR-ന്റെ സമയപരിധി വീണ്ടും നീട്ടിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഒരു ഇടപെടൽ നടത്തിയിരുന്നു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഈ സമയപരിധി നീട്ടണമെന്നൊരു ആവശ്യമാണ് മുൻനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു അപേക്ഷ സംസ്ഥാന സർക്കാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുകയാണെങ്കിൽ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി സമർപ്പിച്ചാൽ അതിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ വീണ്ടും ഈ സമയം നീട്ടി നൽകണമെന്നൊരു ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചതും അതിലൊരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് എന്യൂമറേഷൻ ഫോമുകൾ ഈ മാസം 18 വരെ നൽകാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ തീരുമാനം. കരട് വോട്ടർ പട്ടിക 23-ന് പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21-നായിരിക്കും പ്രസിദ്ധീകരിക്കുക. നേരത്തെ ഡിസംബർ 5 ഈ മാസം 5-ാം തീയതിയായിരുന്നു, അതായത് ഇന്നായിരുന്നു ഈ SIR-ന്റെ എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതിയെങ്കിൽ അത് ആദ്യം 11 വരെ നീട്ടി. പിന്നീടാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അപേക്ഷയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രവിധ, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. SIR സമയപരിധി വീണ്ടും നീട്ടി. എന്യൂമറേഷൻ ഫോമുകൾ ഈ മാസം 18 വരെ നൽകാം. കരട് വോട്ടർ പട്ടിക 23-നാണ് പ്രസിദ്ധീകരിക്കുക. ഫെബ്രുവരി 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും വിവരങ്ങൾ ലഭ്യമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.